ഹലോ. അപ്പോൾ ഗുഡ് മോർണിംഗ്. എൻ്റെ ലുക്ക് കണ്ടിട്ട് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ഞാൻ ഓഫീസിൽ പോകാമെന്ന്? എന്നാൽ തെറ്റി. ഞാൻ ഓഫീസിലേക്കല്ല, ഞാൻ അമ്മേൻ്റെ കൂടെ മെട്രോ ഹോസ്പിറ്റലിൽ ഡോക്ടറെ കാണിക്കാൻ പോവാണ്. പിന്നെ പോകുമ്പോൾ കുറച്ച് ഗെറ്റപ്പിലൊക്കെ പോകാമെന്ന് വിചാരിച്ചു. അതിൻ്റെ ഒരു ഷോയാണ് ഇപ്പോൾ കാണുന്നത്. ചെക്കിങ്, ഔട്ട്ഫിറ്റ് ചെക്കിങ് എന്നൊക്കെ പറയാം. ചേച്ചിയും ഇവും ചേച്ചീൻ്റെ അമ്മേനെ കാണിക്കാൻ ആസ്റ്റൺ ഹോസ്പിറ്റലിലേക്കും പോവാണ്. അപ്പം ഞങ്ങൾ പോകുന്ന വഴിക്ക് അവരവിടെ പന്തിരങ്കാവ് ഇറങ്ങും, എന്നിട്ട് ഞങ്ങൾ മെട്രോയിലേക്ക് പോവും. പോകുന്ന വഴിക്ക് നല്ല മഴയായിരുന്നു കേട്ടോ. ഇന്നും ഒരു മഴ ദിവസമാണ്. എനിക്കാണെങ്കിൽ പനി ആയതുകൊണ്ട് റെസ്റ്റിലാണ്, അതുകൊണ്ട് ഞാൻ ഓഫീസിൽ ഇപ്പോൾ പോകുന്നില്ല. ഒരാഴ്ചയായിട്ട് ലീവായിരുന്നു. അങ്ങനെ ചേച്ചീനെയും യുവിനെയും ഞങ്ങൾ പന്തിരങ്കാവ് ഇറക്കി വരുന്ന വഴിക്ക്. അത് കഴിഞ്ഞ് ഏട്ടൻ എന്നെയും അമ്മേനെയും മെട്രോയിൽ ഇറക്കി. ഞാനും അമ്മയും ഇതാ ഡോക്ടറെ കാണിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. അമ്മ ആരോടെ ഫോൺ ചെയ്ത് ചൊല്ലിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഞങ്ങൾ ഡോക്ടറെയൊക്കെ കാണിച്ചാൽ ഇവിടെ നിന്നൊരു ചൂട് കോഫിയും ചട്ടിപ്പത്തിരിയും കഴിച്ചു. ഇവിടെ ഹോസ്പിറ്റലിൻ്റെ ഉള്ളിൽ കുറച്ചേരം എ സിയിൽ നിന്നപ്പോഴത്തേക്ക് ഞാൻ സൈഡായി കേട്ടോ. ചുമച്ച് സൈഡായി. അത് കഴിഞ്ഞ് ഞങ്ങൾ ഓട്ടോയിൽ ഇവിടെ ആസ്റ്റൺ ഹോസ്പിറ്റലിലേക്ക് വന്നു ചേച്ചീൻ്റെ അമ്മേനെ കാണാൻ. അങ്ങനെ ഞാനും ഇവും കൂടി താഴേക്ക് വന്നിട്ട് ഫ്രൂട്ടിയൊക്കെ വാങ്ങിച്ചിട്ട് പോയി. പിന്നെ ഞാനും ഇവും അമ്മയും ഏട്ടനും കൂടി തിരിച്ച് വീട്ടിലേക്ക് വന്നു. അങ്ങനെ ഞങ്ങൾ വീട്ടിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നതാണ് ഇപ്പം നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. പെരുമണ്ണെത്തിയപ്പം ഉച്ചത്തേക്ക് കറി വെക്കാനൊന്നുമില്ലെന്ന് പറഞ്ഞിട്ട് അമ്മ മീൻ വാങ്ങാൻ പോയാണ്. അങ്ങനെ കാറ് നിർത്തിയപ്പം ഇവൂസിനും എന്തെങ്കിലും വാങ്ങിക്കണം എന്ന് പറഞ്ഞിട്ട് ബഹളം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് കാറിന്. എനിക്കാണെങ്കിലും ഫാൻസിന്ന് കുറച്ച് 2-3 സാധനങ്ങൾ വാങ്ങിക്കാനുണ്ടായിരുന്നു. ചെറിയ പൊട്ടും കൺമഷിയും അങ്ങനത്തെ കുറച്ച് ഐറ്റംസ് വാങ്ങിക്കാനുണ്ടായിരുന്നു. അങ്ങനെ ഞാനും ഏട്ടനും ഇവൂസും കൂടി ഇതാ ഷോപ്പിൽ വന്നു. ഇവൂസ് കളിക്കുന്ന ഒരു മേക്കപ്പ് സെറ്റൊക്കെ വാങ്ങിച്ചു കേട്ടോ. ഞാനും വാങ്ങി 2-3 ഐറ്റംസ്, പൊട്ടും കൺമഷിയും ഐലൈനറും. അങ്ങനെ ഞാനും വാങ്ങിച്ചു. അത് കഴിഞ്ഞ് കാറിൽ നിന്ന് ഞങ്ങൾ ഇതൊക്കെ വെച്ചിക്കാണ്ട് കളിയായിരുന്നു. ഹോസ്പിറ്റലിലൊക്കെ പോയി വീട്ടിലെത്തിയപ്പോഴത്തേക്ക് എനിക്ക് ചുമയൊക്കെ കൂടി ഞാൻ സൈഡായിട്ട് കിടക്കുകയായിരുന്നു. ആ ടൈമിൽ അമ്മയും കൂടി അവിടെ ഇരുന്ന് എന്തൊക്കെയോ കളിക്കുന്നുണ്ടായിരുന്നു. അച്ഛൻ ഇന്നലെ തിരുനെല്ലി പോയതായിരുന്നു. അപ്പോൾ തിരുനെല്ലി പോയിട്ട് വരുന്ന വഴിക്കാണ് അച്ഛനെ കണ്ടപ്പോൾ ഇവ അതിൻ്റെ എക്സൈറ്റ്മെൻറ്റിൽ ഇവൻ എന്തൊക്കെയോ കൊണ്ടുവന്നിട്ടുണ്ടാവും എന്ന് പറഞ്ഞിട്ട് അച്ഛൻ്റെ വൈത്താലെ പോവാണ്. എന്തോ ഒരു സാധനം കൊണ്ടുവന്നേ എടുക്കണേങ്ങള്. കുട്ടി ഇങ്ങനെ കാത്തുന്നിട്ട് ഒന്നും വാങ്ങിയില്ലേ പോ അജിച്ച് പറ്റിച്ചോ? മിഠായിയോ? നോക്കട്ടെ. അവളമ്മക്ക് മരുന്ന് തെറ്റ. കടലിലിട്ട് അയ്യപ്പൻ്റെ അമ്മ നെയ്യപ്പൻ ചുട്ട് കാക്ക കൊത്തി കടലിലിട്ട്. അങ്ങനെ ഈവനിങ് ആയപ്പോഴത്തേക്ക് എനിക്ക് നന്നായിട്ട് ചുമ കൂടി. അപ്പം ഞാനും അമ്മയും ഇവും കൂടി ഇവിടെ ഹെൽത്ത് സെൻറ്ററിൽ ഡോക്ടറെ കാണിക്കാൻ വന്നതാണ്. ഇവിടെ വന്നപ്പോഴും നെബുലൈസൊക്കെ ചെയ്തു. ഇവിടെ ഒരു കുട്ടിക്ക് കളിക്കുന്ന പോലെ ഒരു കുഞ്ഞ് പാർക്ക് പോലെ ഒരു സ്ഥലമുണ്ട് കേട്ടോ. ഇവിടെ ഇടയ്ക്ക് കാണിക്കാൻ വരാറുണ്ട്. ആ ടൈമിൽ യൂസ് ഇവിടുന്ന് ഭയങ്കര കളിയായിരിക്കും. അങ്ങനെ ഡോക്ടറെയൊക്കെ കാണിച്ചു വന്നേരം ഞാനും ഇവും കൂടി കാർട്ടൂണും കണ്ട് കിടക്കുകയാണ്. ചേച്ചി രാവിലെ അമ്മേൻ്റെ കൂടെ ഹോസ്പിറ്റലിലേക്ക് പോയതാണ്. അപ്പോൾ ഇതുവരെ വന്നിട്ടില്ല. ഞാനും ഇവും കൂടി ഇപ്പം മോനിറ്റൻ്റെ കൂടെ മാമൻ്റെ അവിടേക്ക് പോവാണ്. അങ്ങനെ മാമൻ്റെ അവിടെ എത്തി എല്ലാവരും കൂടി യൂസിൻ്റെ കൂടെ കളിയും ചിരിയും വർത്താനൊക്കെ ആയിട്ട് അങ്ങനെ അങ്ങ് പോയി. അന്ന് വല്യമ്മ ബിരിയാണി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങളെല്ലാവരും കൂടി ഒന്നിച്ചിരുന്ന് ബിരിയാണിയൊക്കെ കഴിച്ചു. നല്ല അടിപൊളി ബിരിയാണി ആയിരുന്നു കേട്ടോ.
അതും ഈ പനിച്ച് കിടക്കുമ്പം ഞാൻ പറഞ്ഞില്ലേ ഈ സ്പൈസി ഫുഡ് കഴിക്കാൻ ഒരു പ്രത്യേക സുഖമാണെന്ന്. അതുകൊണ്ട് തന്നെ ഈ ബിരിയാണി കഴിക്കുമ്പോൾ നല്ല രസമുണ്ടായിരുന്നു. ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ച് ഇങ്ങനെ ഇരിക്കുമ്പോഴത്തേക്ക് ചേച്ചി എത്തി കേട്ടോ. ഇനി ഞങ്ങൾ മൂന്നാളും കൂടി തിരിച്ച് വീട്ടിലേക്ക് പോകാൻ വേണ്ടിയിട്ട് ഓട്ടോയ്ക്ക് വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. ഇനി അപ്പോൾ പ്രത്യേകിച്ചൊന്നുമില്ല, വീട്ടിലെത്തിയിട്ട് എന്താ കിടന്നുറങ്ങും, അത്ര തന്നെ. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. ബൈ ബൈ.